വാർത്ത വരുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ഒരു ബ്രേക്കിംഗ് വാർത്തയുമായി അലിയാണ് കൊച്ചിയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. അലി, എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെന്ന് കേൾക്കുന്നു. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് കാക്കനാട് ജില്ലാ ജയിലിലെ ഫാർമസിസ്റ്റിനെതിരെ അതിഗുരുതരമായ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ ജില്ലാ ജയിലിലെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ബെൽന മാർഗരറ്റ് ആണ്. ബെൽന മാർഗരറ്റ് അതിഗുരുതരമായി ജോലി ചെയ്യാൻ കഴിയാത്ത നിലയിൽ മാനസികമായി തളർത്തുന്ന നിലയിലേക്ക് ജാതി അധിക്ഷേപം നടത്തിയെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഫാർമസിസ്റ്റ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇവർക്കൊപ്പം ഇരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ക്യാബിനിൽ സീലിംഗ് വെച്ച് വേർതിരിച്ച് ഇവരെ മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഫാർമസിസ്റ്റിന്റെ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, നിരന്തരം ആളുകളുടെ മുന്നിൽ വെച്ച് ജാതി പേര് വിളിച്ച് കളിയാക്കുന്ന മറ്റു വാക്കുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം തന്നെ അവഹേളിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പരാതിയിൽ പറയുന്നത് അരുൺകുമാർ, അതായത് ഈ ഡോക്ടർ ബെൽന മാർഗരറ്റ് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടോയ്ലറ്റിൽ ഫ്ലഷ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ടോയ്ലറ്റ് ഉപയോഗിച്ച് പുറത്തു പോയി കഴിഞ്ഞ് ഈ പറയുന്ന ഫാർമസിസ്റ്റ് വേണം ഈ ടോയ്ലറ്റിനകത്ത് കയറി വെള്ളമൊഴിച്ച് ഈ ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഫാർമസിസ്റ്റ് തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഈ യുവതി വേണം ഡോക്ടർക്ക് ഭക്ഷണം വാങ്ങി നൽകാൻ, ഡോക്ടർ ഭക്ഷണം കഴിച്ച പാത്രം എടുത്തു മാറ്റാൻ, ഡോക്ടറുടെ ടേബിൾ ക്ലീൻ ചെയ്യാൻ, തുടയ്ക്കാൻ, അത്തരത്തിൽ അവിടെ ചെയ്യേണ്ട എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്നത് ഈ ഫാർമസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവരോട് ഈ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് നിങ്ങൾ ഈ ജോലി നിർത്തി പോകണമെന്നും പാടത്ത് പോയി പണിയെടുത്താൽ പോരെ എന്ന് ചോദിച്ചുവെന്നും ഇവരുടെ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ യുവതിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. അതിഗുരുതരമായ ആരോപണങ്ങളാണ്. FIR-ൽ പറയുന്നത് ഈ ജോലി നിർത്തി പോകണം, ഇല്ല എങ്കിൽ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തുമെന്ന് ഈ ഡോക്ടർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് FIR-ലും ഈ പരാമർശം വരുന്നു. അതായത് ഒരാൾ ഉപയോഗിച്ച ടോയ്ലറ്റ് മറ്റൊരാൾ ക്ലീൻ ചെയ്യേണ്ടി വരിക, അയാളുടെ എച്ചിലെടുക്കേണ്ടി വരിക, ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് അവിടെ ഫാർമസിസ്റ്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതിന് ഒരേ ഒരു കാരണം അവരുടെ ജാതി ഏതാണ് എന്നത് മാത്രമാണ് എന്നും ഈ പരാതിയിൽ പറയുന്നു. നിരന്തരമായ ഇത്തരത്തിൽ അധിക്ഷേപത്തെ തുടർന്ന് ഇവർ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി നൽകിയ ഘട്ടത്തിൽ പ്രതികാര നടപടി എന്നോണം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും താൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഈ ഡോക്ടർ നടത്തിയെന്നും ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. 2022 ഇവർ മുൻപ് ആൺ ഡോക്ടറാണോ പെൺ ഡോക്ടറാണോ? ബെൽന മാർഗരറ്റ് യുവതിയാണ്, സ്ത്രീയായ ഡോക്ടറാണ്. ഈ പറയുന്ന പരാതിക്കാരി ഇവർ കാര്യക്ഷമമല്ല ജോലിയിൽ, ഇവർ മറ്റു പല വീഴ്ചകളും വരുത്തുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഈ ഡോക്ടർ പക തീർക്കാൻ വേണ്ടി നടത്തുന്നുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇവർ നേരത്തെ ജോലി ചെയ്തിരുന്ന വയനാട്ടിലാണ് ഫാർമസിസ്റ്റ്. അന്ന് 2022 മികച്ച ഫാർമസിസ്റ്റിനുള്ള അവാർഡ് ക്ഷേത്രത്തിന്റെ വാർത്ത കേട്ടതേ ഉള്ളൂ. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ജാതി അധിക്ഷേപവുമായിട്ട് ഒരു ജയിലിലെ ഡോക്ടർ തന്നെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഒരു ഫാർമസിസ്റ്റിനെ അവരുടെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക, ഇവരുടെ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ വേണ്ടി ഫാർമസിസ്റ്റിനോട് പറയുക, ആത്മാഭിമാനം എന്നൊന്നില്ലേ? അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമല്ലേ? സ്വന്തം ടോയ്ലറ്റ് വൃത്തിയാക്കാൻ വയ്യാതെയാണോ ഈ ഡോക്ടർ അവിടെ കയറിയിരിക്കുന്നത്? ഫാർമസിസ്റ്റിൻ്റെ പണിയാണോ ഡോക്ടറുടെ ടോയ്ലറ്റ് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളത്? ജാതി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക, പാടത്ത് പണിയെടുക്കാൻ പോയാൽ പോരെ എന്ന് ചോദിക്കുക. അപ്പം കാക്കനാട് ജില്ലാ ജയിൽ മെഡിക്കൽ ഓഫീസർക്കെതിരെയാണ് ഗുരുതരമായ ഈ പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. വാഹനം ഇടിപ്പിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവർക്കെന്താ കാര്യമായ എന്തെങ്കിലും തകരാറുണ്ടോ? ഇങ്ങനൊരു കേരളത്തിൽ ഒരു ഫാർമസിസ്റ്റിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു കേസാകുമെന്നും അവർ അങ്ങനെ പരാതി പറഞ്ഞാൽ തന്നെ അപകടമാകുമെന്നുമൊക്കെ ഇവർക്ക് അറിയേണ്ടതല്ലേ? SC/ST അട്രോസിറ്റീസ് ആക്ടൊക്കെ നിലവിലിരിക്കുന്ന ഒരു നാടാണെന്നുള്ള ബോധമൊന്നും ഈ ജില്ലാ ജയിൽ ഓഫീസർക്ക് ഇല്ലാതെ പോയോ? അരുൺകുമാർ, നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ള വാർത്തകൾ പലതും പുറത്തു വരുന്നതാണ്. സമീപകാലത്താണ് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ നിന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ നമുക്കറിയാം. കോട്ടയം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവിടുത്തെ സ്വീപ്പിംഗ് സ്റ്റാഫായിട്ടുള്ള ചേച്ചിമാർ അനുഭവിക്കേണ്ടി വന്ന ജാതി വിവേചനം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് കേരളത്തിൽ. അതിനുശേഷവും ഇതേ മനസ്ഥിതിയിലുള്ള മനുഷ്യർ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. പഠിച്ച് ക്വാളിഫിക്കേഷൻ നേടിയ ആളുകൾക്ക് പോലും അവരുടെ ജാതിയുടെ പേരിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഭീകരമായ അവസ്ഥയാണ്. അതിൽ ഏറ്റവും ഞെട്ടിച്ച വസ്തുത എന്ന് പറയുന്നത് ഒരാൾ ഉപയോഗിച്ച ടോയ്ലറ്റ് മറ്റൊരാൾ വൃത്തിയാക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഗുരുതരമായ വിഷയമാണ്. അത്തരത്തിൽ അവരുടെ പാത്രം കഴുകേണ്ടി വരിക, അവരുടെ ടേബിൾ തുടയ്ക്കേണ്ടി വരിക, ഇതൊക്കെ ഈ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് എത്തിയ, പഠിച്ച് വിദ്യാഭ്യാസം നേടി ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് എത്തിയ 2022 മികച്ച ഫാർമസിസ്റ്റിനുള്ള ജില്ലാ അവാർഡ് ഉൾപ്പെടെ നേടിയ ഒരു ഫാർമസിസ്റ്റിനാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാര നടപടി ഉൾപ്പെടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഇവിടെ ജോലി നിർത്തിപ്പോയി പാടത്ത് പണിക്ക് പോകുമെന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ
പറയുമ്പോൾ എത്രത്തോളമാണ് ഉള്ളിൽ അടിഞ്ഞുകൂടിയ ജാതിവെറി എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും അടിയന്തര നടപടി വേണ്ട വിഷയമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു. ഇതിൽ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഡോക്ടറെ വിളിപ്പിച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജീവൻ ഉൾപ്പെടെ ഭീഷണിയുണ്ട് ഈ സാഹചര്യത്തിലെന്നും ഈ പരാതിയിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ ഇവർ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോയത്. നേരത്തെ സൂപ്രണ്ടിന് ഇവർ പരാതി നൽകിയിരുന്നു. പലയാവർത്തി ഇതിനകത്തു നിന്നും ഈ പരാതി നൽകി ഇതവിടെ തീർക്കാനുള്ള ശ്രമം ഈ ഫാർമസിസ്റ്റ് നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല. പക്ഷെ ഉണ്ടാകുന്നത് ഈ ഡോക്ടർ ഈ വിവരം അറിയുകയും ഇവർ ഈ ഫാർമസിസ്റ്റിനെതിരെ പ്രതികാര നടപടികൾ നടത്തുകയുമാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് ഇവർ പോകുന്നത്.